കോഴിക്കോട് കോർപ്പറേഷനിലെ CPM സ്ഥാനാർത്ഥികൾ 4 ദിവസത്തിനകമെന്ന് CPM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ്. 2 തവണ മത്സരിച്ചവരെ സ്ഥാനാർത്ഥികളാക്കില്ല. ജില്ലയിൽ ഇന്നോളം ഇല്ലാത്ത വലിയ വിജയം LDF നേടുമെന്നും RMP നാമാവശേഷമായെന്നും M. മെഹബൂബ്. SKN വെരി ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അങ്കത്തട്ട് ഉണർന്നു കഴിഞ്ഞു. വളരെ സംഘടനാപരമായ പ്രവർത്തനത്തിലായിരുന്നു CPM കേന്ദ്രീകരിച്ചത്. ബ്രാഞ്ച് കമ്മിറ്റികളെ വാർഡ് കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും ആക്കി മാറ്റിക്കൊണ്ടുള്ളൊരു പ്രവർത്തനം നടത്തിയിരുന്നു. ഈ ഘട്ടത്തിൽ CPIMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് നമ്മളോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് CPM വളരെ പ്രാധാന്യം നൽകുന്ന തെരഞ്ഞെടുപ്പാണ്. കോഴിക്കോട് ജില്ലയിലെ തയ്യാറെടുപ്പ് എത്രമാത്രമായി? കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും താഴെ വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ബൂത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും എല്ലാം നിലവിൽ വന്നു. മുനിസിപ്പാലിറ്റിയിലും അതേപോലെ കോർപ്പറേഷനിലും അതിനനുസൃതമായിട്ടുള്ള കമ്മിറ്റികളെല്ലാം നിലവിൽ വന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ജില്ലയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇടതുമുന്നണിക്ക് എത്രമാത്രം അനുകൂലം? പ്രത്യേകിച്ച് 9 വർഷം കേരളം ആദ്യമായി ഭരണ തുടർച്ച ഉണ്ടാക്കിയതിന് ശേഷം വരുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അപ്പം കറക്റ്റായ ജനങ്ങളുടെ വികാരം എങ്ങനെയാണ് ഇപ്പോൾ? ജനങ്ങളുടെ വികാരം പൂർണ്ണമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരിക്കണം എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ആ രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലയിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ തകർപ്പൻ വിജയം ഈ തെരഞ്ഞെടുപ്പിനകത്ത് നേരിടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ UDF കോർപ്പറേഷൻ പിടിക്കും, അതുപോലെ വലിയ പ്രചരണങ്ങളാണ്. CPMൻ്റെ ATM കൗണ്ടറാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള വലിയ പ്രചരണം നടക്കുന്നു. വടകരയിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നു. മാത്രമല്ല RMPയെ അവർ ഘടകകക്ഷിയാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം UDF കോർപ്പറേഷൻ പിടിക്കുന്നൊക്കെയുള്ള പ്രചരണത്തെ എങ്ങനെയാണ് CPIM കാണുന്നത്? പറയാൻ എന്തും പറയാം നമുക്ക്. പക്ഷേ CPM കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ 2020 നേടിയതിനേക്കാൾ വൻ ഭൂരിപക്ഷം നേടി. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഒരു മൃഗീയ ഭൂരിപക്ഷത്തിനായിരിക്കും കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ ഭരണം ഏറ്റെടുക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ജില്ലക്കകത്തുള്ള പഞ്ചായത്തുകൾ തന്നെ ഏത് പഞ്ചായത്ത് തോൽക്കും എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ എല്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം കാണുന്ന ഒരു അനുഭവമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഈ RMP ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത് കോഴിക്കോട് ജില്ലയിലെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ധാരണ നടപ്പിലാക്കുന്നതിലായിരുന്നു. അങ്ങേക്ക് ഓർമ്മയുണ്ടാവും, ഒഞ്ചിയത്തെ പ്രശ്നങ്ങളുണ്ടാകുന്നു, RMP ഉണ്ടാകുന്നത്. RMP ഇപ്പോൾ ജില്ലയിലൊരു ഘടകമാണോ എന്നുള്ളതും ഒഞ്ചിയത്ത് ഇടതുമുന്നണിയുടെ CPMൻ്റെ തിരിച്ചുവരവുണ്ടാകുമോ എന്നുള്ളതും ഒരു പ്രധാന പ്രശ്നമാണ്. RMP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പേര് തന്നെ പറയേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം RMP നാമാവിശേഷമായി കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രസക്തിയില്ല കാര്യത്തിൽ. ഒഞ്ചിയമെല്ലാം മാറി പഴയ ഒഞ്ചിയത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഇത്തവണ ഒഞ്ചിയം പഞ്ചായത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കും. പഴയ കാലത്തെ ഒഞ്ചിയത്തിൻ്റെ പാരമ്പര്യം 100% തിരിച്ചു പിടിക്കത്തക്ക രീതിയിലുള്ള മുന്നേറ്റമാണ് ഒഞ്ചിയം മേഖലയിലാകെ നടന്നു വരുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴേക്കുണ്ടാകും? പ്രത്യേകിച്ചും UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ ഏതാണ്ട് ഈ ഒരു 3-4 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരും. ഞങ്ങളുടെ ഒരു സംഘടനാ രീതിയുണ്ട്. ആ രീതിക്ക് അനുസൃതമായിട്ടാണ് കാര്യങ്ങൾ. കാരണം UDF നേരത്തെ സ്ഥാനാർത്ഥി ആയി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് അവരങ്ങ് തീരുമാനിക്കുകയാണ്. ആ രീതിയിലല്ലല്ലോ ഞങ്ങളുടെ കമ്മിറ്റികളെല്ലാം കൂടി അതിനനുസൃതമായിട്ട് കേന്ദ്രീകൃത ജനാധിപത്യമാണല്ലോ. സ്ഥാനാർത്ഥികളെല്ലാം നിർണ്ണയിച്ച് ഒരു 4-5 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തിയാവും. SKN വളരെ കൃത്യമായി M. മെഹബൂബ് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇടതുമുന്നണി CPIM ചരിത്ര വിജയം ഈ പഞ്ചായത്ത് ത്രിതല തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ക്യാമറാമാൻ അബിദ് കല്ലായിക്കൊപ്പം ദീപക് ധർമ്മടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.